ഇപ്പോഴത്തെ നമ്മളുടെ നിത്യോപയോഗ ജീവിതങ്ങളൊക്കെ വലിയ പ്രതിസന്ധികളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ പുതിയ പുതിയ നിയമങ്ങളും മുദ്രപേപ്പറിൻ്റെയും റിയൽ എസ്റ്റേറ്റ് മേഖലകളെയും മറ്റേ വാഹന ഇടപാട് മേഖലകളെയും എല്ലാം പിണറായി സർക്കാർ ലോക്കിട്ട് വെച്ചിട്ടിരിക്കുകയാണ്. മുദ്രപേപ്പറൊക്കെ മേടിക്കാൻ ഒരു ദിവസം പണി മെനക്കരുത്തിയിട്ട് വേണം മുദ്രപേപ്പർ മേടിക്കാൻ പോകാൻ. ഞാൻ അതിൻ്റെ മുന്നിൽ വീഡിയോസ് പറഞ്ഞു, വീണ്ടും അത് പറയല്ല. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖല പറ്റേ തകർന്നു. റിയൽ എസ്റ്റേറ്റ് മേഖല നടന്നാലേ ആളുകളുടെ കയ്യിലേക്ക് കാശ് എത്തുള്ളൂ. എല്ലാവരുടെ കയ്യിലേക്കും കാശ് പരക്കണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖല നടക്കണം. ടൗണിലൊക്കെ ഞങ്ങൾ മലപ്പുറം ജില്ല വളാഞ്ചേരിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളെ ഈ ടൗണിൽ തന്നെ ഒരുപാട് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ പണി കഴിഞ്ഞിട്ട് എടുക്കാൻ ആളില്ലാതെ കിടക്കുകയാണ്. റൂം എടുക്കാൻ ആളുകളില്ല, ബിസിനസ് ചെയ്യാൻ ആരും മുന്നോട്ട് വരുന്നില്ല. പൈസ ഇറക്കിയാൽ കാശ് നഷ്ടപ്പെടുകയാണ്, ഉള്ള കാശ് നഷ്ടപ്പെടുക. ലോൺ എടുത്തിട്ട് ഒരു കാര്യം നടത്താൻ കഴിയില്ല, ലോൺ വലിയ പ്രശ്നമാണ്. അപ്പോൾ 30-40 വർഷമായിട്ട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ടായിരുന്നു. 30-40 വർഷമായിട്ട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ അതെല്ലാം ഇപ്പോൾ ടൗണിൽ തന്നെ പൂട്ടിപ്പോയി. ആളുകൾ പറയണേ ഇന്നേ വരെ ഇതുപോലത്തെ ഒരു പ്രതിസന്ധി ഞങ്ങൾക്ക് ഈ കട തുറന്ന് 40-30 വർഷമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഈ പിണറായിയുടെ രണ്ടാം വരവ് എല്ലാ മേഖലകളും പ്രത്യേകിച്ച് തകർത്തു. ഒരു വീട് വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫയർ വാല്യൂ, മുദ്രപേപ്പർ, രജിസ്ട്രേഷൻ ഫീസ്. നാടൻ വീടിനൊന്നും ആദ്യം ടാക്സ് ഉണ്ടായിരുന്നില്ല. നാടൻ വീട് വിൽക്കുമ്പോൾ നാടൻ വീടാണോ വാർപ്പിട്ട വീടാണെന്ന് ചോദിച്ചിരുന്നു. ആധാരം എഴുതുന്ന ആളുകൾ രജിസ്റ്റർ ഓഫീസിൽ. അപ്പം നാടൻ വീടാണെന്ന് ആധാരം എഴുതാൻ കൊടുക്കുമ്പോൾ പറയുമ്പോൾ നാടൻ വീടിനൊന്നും അന്ന് ഫീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു 3 അടി വഴിയും ചെറിയൊരു നാടൻ വീടും ഞാൻ വിറ്റതിന് 25,000 റുപ്യ രജിസ്ട്രേഷൻ ഫീസ്, വീടിൻ്റെ അടക്കം, വീട്ട് ടാക്സ് അടക്കം. വണ്ടി പോവില്ല, അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അങ്ങോട്ട് കയറി വരാൻ പറ്റില്ല, 3 അടി വയ്യുള്ളൂ. അതിനൊന്നും കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതൊക്കെ നാടൻ വീടല്ലേ, അതൊന്നും അതിന് ടാക്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിണറായിയുടെ രണ്ടാം വരവ്, ഞാൻ പിണറായിനെ ഇങ്ങനെ വിമർശിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ പിണറായിക്ക് വേണ്ടി ഒരുപാട് ജനങ്ങളിലേറ്റ് വാക്കേറ്റങ്ങളും പ്രശ്നങ്ങളും ഇലക്ഷനിൽ ഒരുപാട് പബ്ലിസിറ്റികളൊക്കെ ചെയ്ത ആളാണ്. അപ്പം ഞാനടക്കം ഇന്നെപ്പോലത്തെ ഒരുപാട് മെമ്പർഷിപ്പുള്ള സഖാക്കന്മാരടക്കം, എനിക്ക് മെമ്പർഷിപ്പുള്ള ഒരുപാട് സഖാക്കന്മാരടക്കം ഇപ്പോൾ പിണറായിനെ തള്ളിപ്പളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പിണറായി ഈ പോക്ക് പോയാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ മെമ്പർഷിപ്പുള്ള സഖാക്കന്മാരടക്കം. ഇവർ കാറിൽ ഇങ്ങനെ മന്ത്രിമാർ പോകുമ്പോൾ എസ്കോർട്ടോട് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ടല്ലോ. ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ്? ഒരു ദിവസം ഭക്ഷണത്തിനും ഒരു ദിവസത്തെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്, ഹോസ്പിറ്റലായാലും വീട്ടു ചെലവിനായിട്ടും. ഇവർ മന്ത്രിമാർ പോണത് ചീറിപ്പായാണ്. ആർഭാട ഭക്ഷണങ്ങളും ജീവിതവും നമ്മളടക്കുന്ന ടാക്സാണ്. പ്രസവിച്ച് വീഴുന്ന ഒരു കുട്ടി പ്രസവിച്ച് ഭൂമിയിലേക്ക് ചാടുമ്പോൾ അടക്കം ടാക്സ് അടച്ചിട്ടാണ് വരുന്നത്. ഭൂമിയിലേക്ക് വരുന്നൊരു കുട്ടി ടാക്സ് അടച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്നുവെച്ചാൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന മരുന്നുകളൊക്കെ ടാക്സ് അടച്ചിട്ടാണ്. പിന്നെ അവിടുന്ന് അങ്ങനെ കുട്ടി ടാക്സ് അടച്ചും കൊണ്ടേയിരിക്കുകയാണ്. ഭൂമിക്ക് പ്രസവിച്ച് ചാടിയൊരു കുട്ടി അന്ന് മുതൽ ടാക്സ് അടച്ചും കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ജനങ്ങളെ ഇപ്പോഴത്തെ സർക്കാർ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. പിണറായി സർക്കാരിന് ഇനി നമ്മളുടെ വോട്ട് ഇല്ല. ആ പരിപാടി വെക്കി നല്ല നല്ല പ്രസ്ഥാനം, നല്ല നല്ല ആളുകൾ കെട്ടിപ്പടുത്ത് കൊടുന്ന ഒരു CPM പ്രസ്ഥാനം ഇപ്പോഴത്തെ പിണറായി നശിപ്പിച്ചു. പിണറായി ആയിട്ട് മുദ്രപേപ്പറിലൊന്നും വാങ്ങാൻ അങ്ങോട്ട് പോവാൻ തന്നെ പറ്റുന്നില്ല.